ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഒരു വികാരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പാഷനാണ്. മറ്റെന്തും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും, മറ്റെന്ത് ആഗ്രഹങ്ങളും മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു വികാരത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യയെ ആർക്കും വിഭാവനം ചെയ്യാൻ സാധിക്കില്ല. ഇനി അതിനുവേണ്ടി എത്ര ആളുകൾ ശ്രമിച്ചാലും അതും ഒരിക്കലും നടക്കുകയില്ല എന്നുകൂടി നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുള്ള ഒരു ബഹുമാനം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇത്രയും ദൂരത്തായിട്ട് പോലും ആ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഓരോ അവസരങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ടോ അതിന്റെ 10 മടങ്ങ് ഇവിടെ നടക്കുന്നതായിട്ടാണ് ഫേസ്ബുക്കിലൂടെ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വികാരത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ OICCയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് അതെല്ലാം തെളിയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വികാരമാണെങ്കിൽ ആ ഒരു വികാരത്തെ വ്രണപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായാണ് കേന്ദ്ര ഗവൺമെന്റും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി അതിനെതിരെ എതിർക്കാൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു 6 മാസം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ ഞെട്ടലോടെയാണ് നമ്മൾ പലതും മനസ്സിലാക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ. ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കേന്ദ്ര ഭരണകൂടവും ഇന്ത്യ ഭരിക്കുമ്പോൾ നമുക്കൊരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല. അതിന്റെ പല പല കാരണങ്ങളും സാഹചര്യങ്ങളും ഇന്ത്യയിൽ ഒട്ടാകെ ഉടലെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ വേണം ഈ കഴിഞ്ഞ 6 മാസത്തെ ദുർഭരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. ദുർഭരണത്തെക്കാൾ കൂടുതൽ നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ മറിക്കുന്ന തരത്തിലുള്ള ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി RSSന്റെ ചുക്കാൻ പിടിക്കുന്ന, RSS തീരുമാനിക്കുന്ന ഒരു അജണ്ട നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കാം. ഈ അടുത്ത് നടന്ന കാര്യങ്ങളിൽ ഓരോന്നായി അവരുടെ MP-മാരുടെ പ്രവർത്തനങ്ങൾ പോലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടലോടെയാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിൽ നിന്നും മാനസികമായി അകലത്തിലല്ലാതെ നിങ്ങൾ ഓരോരുത്തരും തന്നെ അവിടുത്തെ ഓരോ അനക്കങ്ങളും അറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഓരോ അനക്കങ്ങളും വ്യക്തമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നെഞ്ചിടിപ്പോടുകൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു ഭീകരത മനസ്സിലാവില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്തോറും ആ ഒരു ഭീകരത അങ്ങേയറ്റമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ MP-മാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന ആ ഒരു MP എന്താണ് പറഞ്ഞത്? നമ്മളെല്ലാം ഏറെ ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കിയ ഒരു ഗോഡ്സെയാണ് ഏറ്റവും വലിയ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന സാക്ഷി മഹാരാജ് ഒരു MP. മറ്റൊരു ഭാഗത്ത് ഒരു MP പറയുന്നത് ഹറാംസാദെ എന്നാണ്. ഡൽഹിയിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനത്തിൽ ആ ഒരു MP-യുടെ വാക്കുകൾ ഞെട്ടലോടെ ഇന്ത്യ കേട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ആദ്യമായി പാർലമെന്റിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളെല്ലാം സംഭവിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിൽ
ഇതിനു മുമ്പ് എത്ര അധികം MP-മാർ ആദ്യ തവണ വന്നിട്ടുണ്ട്. ആരുടെയെങ്കിലും വായിൽ നിന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു MP-യുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ പുറപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് തർക്കിച്ച് പറയാൻ സാധിക്കും. കാരണം എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുണ്ട്. മതേതരത്വത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. We the people of India, having solemnly resolved to constitute India into a socialist secular republic എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ തുടങ്ങി വെച്ച ഒരു ഭരണഘടനയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എല്ലാ മൂല്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അത് ശക്തമായി നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു MP ഡൽഹിയിൽ പറയുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്നത് കുറച്ചു ദിവസത്തിന് മുമ്പ് യോഗി ആദിത്യനാഥ് MP-യെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് കാലത്ത് എണീക്കുമ്പോൾ തൊട്ട് ചീത്ത പറയാന്നുള്ളതാണ്. ഒരു MP-യെ നമ്മൾ മനസ്സിൽ കാണുന്നത് ഒരു നേതാവ് എന്ന തരത്തിലാണ്. പക്ഷേ ഇങ്ങനെ രാവിലെ മുതൽ ചീത്ത പറയുന്ന ഒരു MP-യെ വേറെ എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ലവ് ജിഹാദ് എന്ന പേരിൽ ആരൊക്കെയോ ചെറുതായുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് അവർ ഓടിപ്പോയതിനെ വരെ ഏറ്റവും കൂടുതൽ ഒരു ലവ് ജിഹാദ് എന്ന് നാമവൽക്കരിച്ച് അവിടെ ഇനി ഉണ്ടാക്കാൻ കോലാഹലങ്ങൾ ഇല്ലാത്ത സ്ഥിതിയിലാക്കിയത് ഈ യോഗി ആദിത്യനാഥാണ്. അതേപോലെ തന്നെ രാം നായിക്, ഒരു ഉത്തർപ്രദേശ് പോലെ ഒരു ഗവർണർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് രാം നായിക് പറഞ്ഞത്. രാം നായിക് പറഞ്ഞത് അവിടെ രാം ക്ഷേത്രം പണിയണമെന്നാണ്. ഒരു ഗവർണർ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കേണ്ട ഒരു ഗവർണർ ഇരുന്ന് പറയുകയാണ് അവിടെ രാമക്ഷേത്രം പണിയണമെന്നത്. ഇത്തരത്തിൽ ഏത് ഒരു നേതാവിനെ BJP-യുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇത്രയും നാൾ താലോലിച്ച, ഓമനിച്ച, മനസ്സിൽ സൂക്ഷിച്ച മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അല്ലെങ്കിൽ കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ ട്വീറ്റ് ചെയ്തോണ്ടേയിരിക്കും. അച്ഛേ ദിൻ ആനേ വാലാ ഹേ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. സത്യമാണ്, അച്ഛേ ദിൻ വന്നു. ആർക്ക് വന്നു? അച്ഛേ ദിൻ വന്നത് നരേന്ദ്രമോദിക്ക് വന്നു, അമിത് ഷാക്ക് വന്നു, അദാനിക്കും വന്നു. അദാനി 6 മാസം കൊണ്ട് 150% ഉയർന്നിരിക്കുന്നത്. അദാനിയുടെ അസറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദാനിയുടെ വളർച്ച എന്ന് പറയുന്നത് 150%. 12 വർഷം കൊണ്ട് $1 ബില്യൺ കമ്പനിയായി അദാനി മാറിയിട്ടുണ്ടെങ്കിൽ അതേ സമയം തന്നെയാണ് നരേന്ദ്രമോദി അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ അച്ഛേ ദിൻ ആനേ വാലാ ഹേ എന്ന് പറഞ്ഞതിന് നമുക്ക് നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇവർക്കും അമിത് ഷാക്കും നരേന്ദ്രമോദിക്കും അതേപോലെ അദാനിമാർക്കും വളരെ നല്ല അച്ഛേ ദിനാണ്. പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഈ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്റെ വാർഡ്, ഞാനൊരു മുനിസിപ്പൽ കൗൺസിലറാണ്. എന്റെ വീട്ടിൽ, എന്റെ വാർഡിലെ ഒരു മുകുന്ദൻ ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിക്ക് ക്യാൻസർ ആണ്. അവർ 8000 രൂപക്ക് മരുന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ മരുന്നിന്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. സാധാരണക്കാരൻ എവിടെ പോകും? കേരളത്തിൽ പ്രശ്നമില്ല. കാരണം നമ്മുടെ ഈ കേരളം ഭരിക്കുന്നത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കേരളത്തിൽ ക്യാൻസറിന് അവിടെ സംവിധാനങ്ങളുണ്ട്, മരുന്ന് സൗജന്യമായി കൊടുക്കാനുള്ള മാർഗങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? നമ്മൾ ഒരിക്കലും ഒരു കിണറിൽ നിന്ന് തവളയെ പോലെ ജീവിക്കുന്നവരല്ല. നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രം നോക്കുന്നവരല്ല. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ആളുകൾ മരുന്ന് വാങ്ങിക്കാനായി കഷ്ടപ്പെടുമ്പോൾ സൺ ഫാർമയെയും അത്തരത്തിലുള്ള ഓരോ കമ്പനിയെയും ശക്തിപ്പെടുത്താനും അവർക്ക് കൂടുതൽ ആനുകൂല്യം നൽകാനും കോമ്പറ്റീഷനാണ് സെൻട്രൽ ഗവൺമെന്റ് നടക്കുന്നത്. അങ്ങനെ മരുന്ന് വില ഉയർന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞെട്ടലോടെ ഞാൻ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു പദ്ധതി ഏറ്റവും കൂടുതൽ സാധാരണ പാവപ്പെട്ടവർക്ക് ഒരു വലിയ അനുഗ്രഹം മാറിയ ആ ഒരു പദ്ധതി പോലും അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ
ഫ്രീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിൽ കേന്ദ്ര ഭരണം അതിനുള്ള കരുനീക്കങ്ങൾ നീക്കി തുടങ്ങി എന്ന് തന്നെയാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്. കാരണം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത്. അത്തരത്തിൽ നമ്മൾ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും RSSന്റെയും നരേന്ദ്രമോദിയുടെയും BJPയുടെയും അജണ്ട വളരെ ക്ലിയർ ആണ്. നരേന്ദ്രമോദിയെ ഒരു കോമ്പിനേഷൻ, അതായത് നെഹ്റു, ഗാന്ധി, പട്ടേൽ, ആസാദ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ RSSന്റെ വർഗീയ അജണ്ട, വിദ്വേഷം വിതച്ചുകൊണ്ടുള്ള വർഗീയ അജണ്ട നടപ്പാക്കാനായി RSS അങ്ങേയറ്റം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും RSS മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്പേസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നമ്മളൊരിക്കലും ഓക്കെ ശരിയാണ്, ഇന്ന് നമുക്ക് അത്ര സന്തോഷിക്കാൻ വകയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് അല്ല വന്നിരിക്കുന്നത്, ജാർഖണ്ഡിന്റെ കാര്യത്തിലാണെങ്കിലും കാശ്മീരിന്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ജയവും തോൽവിയെല്ലാം, ഒരു ഇലക്ഷൻ ജയിക്കലെല്ലാം ജനാധിപത്യത്തിന്റെ ഒരു സാധാരണമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നെഞ്ചെടുപ്പില്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാനുള്ള ഒരു സാഹചര്യം നിലനിർത്തുക എന്നുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. അത് തീർച്ചയായും നമ്മൾ ശക്തമായി ഒരു പ്രതിപക്ഷത്തിന്റെ സ്വരം ഉയർത്തിപ്പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ മാത്രമേ അതിന് നമുക്ക് കഴിയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ RSSന്റെ പിടിമുറുക്കം മറ്റൊട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഇപ്പൊ ഞാൻ പഠിച്ചത് ഒരു CBSE സ്കൂളിലാണ്. പക്ഷെ ഞാൻ പഠിച്ച CBSE സ്കൂളിൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് മാറ്റാനോ അതിന്റെ ഉള്ളിലേക്ക് ചരിത്രം മാറ്റി തീർക്കാനോ മാറ്റി എഴുതാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം CBSE എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ യാഥാർത്ഥ്യങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് അന്ന് ചുക്കാൻ പിടിച്ചതെങ്കിൽ ഇന്ന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും RSSന്റെ ആളുകളെ ഇങ്ങനെ പറിച്ച് അതിൽ വെക്കുകയാണ്. ICHR എന്ന് പറയുന്നതിൽ ചീഫായിട്ട് വെച്ചിരിക്കുന്നത് സുദർശൻ റാവുവിനെയാണ്. അതേപോലെ തന്നെ സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇനി ഇതെങ്ങനെ RSS വൽക്കരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഊന്നി മാത്രമാണ് ആ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീനനാഥ് ബാത്ര എന്ന് പറയുന്ന RSSന്റെ സ്കൂളുകളുടെ ശൃംഖലയുടെ ചെയർമാനായിരുന്ന ദീനനാഥ് ബാത്രയുടെ പുസ്തകങ്ങൾ ഗുജറാത്തിൽ എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അവർ നടത്താൻ പോകുന്നത്. കാരണം ഗുജറാത്ത് അവരുടെ ഒരു ലബോറട്ടറി ആയിരുന്നെങ്കിൽ ഇനി ഇന്ത്യ മുഴുവനാണ് അവരിൽ ലബോറട്ടറി ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പും ലോക്സഭാ ഇലക്ഷന് ശേഷവും നമ്മൾ പല പ്രാവശ്യം ഇന്ത്യയുടെ പല ഭാഗത്തായി കണ്ടു. അത് ഡൽഹിയിലെ ത്രിലോക്പുരിയിലാണെങ്കിലും ഗുജറാത്തിലെ വഡോദരയിലെ ആണെങ്കിലും കമ്മ്യൂണൽ വയലൻസ് നടക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല. കാരണം എന്താ? ത്രിലോക്പുരിയിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിലടിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ അവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കൂടെ. വഡോദരയിൽ ഇതേപോലെ പ്രശ്നം നടക്കുമ്പോൾ അമേരിക്കയിൽ മാഡിസൺ സ്ക്വയറിലെ പരിപാടി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം ഇതൊന്നും ശാശ്വതമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വ്യക്തമായ തീരുമാനങ്ങളും വ്യക്തമായ അജണ്ടകളും മുന്നോട്ട് വെക്കാനുള്ള ഒരു നേതൃത്വവും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ അതാത് നേതൃത്വങ്ങൾ ഉമ്മൻചാണ്ടിയെ പോലെ ധീരമായ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള തരത്തിലുള്ള നേതാക്കൾ എല്ലാ